കൊച്ചി നഗരത്തിൽ ഫുട്പാത്ത് അടച്ചുകെട്ടിയുള്ള ബസ് സ്റ്റോപ്പ് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാണ്. ഹൈക്കോടതി ജംഗ്ഷനിലാണ് ഫുട്പാത്ത് പൂർണ്ണമായും അടച്ചുകെട്ടി AC ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തെത്തിയാൽ കാൽനട യാത്രക്കാർക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരുന്നത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷബാസ്, നമ്മള് എല്ലാവരോടും പറയുന്നത് ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങി നടക്കരുത്, അല്ലെങ്കിൽ അത്തരം റോഡിലുള്ള മര്യാദകൾ പാലിക്കണം, ഇനി ഫുട്പാത്ത് യാത്രക്കാർക്ക് മാത്രമായി നൽകണം എന്നൊക്കെയാണ്. പക്ഷേ നോക്കൂ, ഈ സംവിധാനം പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് പണിയുന്ന സമയത്ത് അതും യാത്രക്കാരുടെ ആവശ്യമാണ്. പക്ഷേ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക, അതുകൊണ്ട് എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് ഈ രൂപകൽപ്പന ഉണ്ടായത്? തീർച്ചയായും അത് നമ്മൾ ഇത്ര നേരം കണ്ടത് ഇരുചക്ര വാഹനങ്ങളാണ് ഫുട്പാത്തിലൂടെ നടക്കുന്ന കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാവുന്നതെങ്കിൽ ഈ കൊച്ചി നഗരത്തിലെ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് വന്നാൽ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണുള്ളത്. ഈ ബസ് സ്റ്റോപ്പ് നോക്കിയാൽ അറിയാം, MP ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണ്. ആൻഡ് ഇനീഷ്യേറ്റീവ് ഓഫ് ശ്രീ ഹൈബി ഈഡൻ MP എന്ന ബോർഡൊക്കെ രണ്ട് ഭാഗത്തും വെച്ചിട്ടുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി AC ബസ് സ്റ്റോപ്പാണ്. യാത്രക്കാർക്ക് വലിയ ഉപകാരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്നാൽ ഈ ഫുട്പാത്ത് ഏറെ തിരക്കേറിയ നിരവധി ആളുകൾ നടന്നു വരുന്ന ഈ ഫുട്പാത്ത് അടച്ചുകെട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നിരവധി ബസ്സുകൾ ഈ ഹൈക്കോർട്ട് ഭാഗത്ത് നിന്ന് മേനക ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ്. ആ ബസ്സുകളിൽ കയറാനും അതോടൊപ്പം ഈ ഭാഗത്ത് കൂടി നടക്കാനുമായി നിരവധി വിദ്യാർത്ഥികളും മുതിർന്നവരും ഒക്കെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ ബസ് സ്റ്റോപ്പ് ഫുട്പാത്തിലൂടെ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റോപ്പിന് അരികിൽ നിന്ന് ഈ റോഡിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ്. റോഡിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ ബസ്സുകളടക്കം ചീറിപ്പാരിഞ്ഞു വരുന്ന ഒരു റോഡാണ്. നിരവധി ബസ്സുകൾ ഇവിടെ നിർത്തിയിടാറുണ്ട്. ആ ബസ്സുകളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് വശത്തും കൂടി നടന്നു വരുന്ന ആളുകൾ കൂടിയാകുമ്പോൾ ഈ റോഡിലൊരു അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അത്തരത്തിലാണ് ഈ ബസ് സ്റ്റോപ്പിന്റെ രൂപകൽപ്പന ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ അപകടമുണ്ടാക്കുന്ന ഈ സ്ഥലത്ത് ആളുകൾ റോഡിലേക്ക് ഇറങ്ങുന്നത് അത് കൂടുതൽ പ്രശ്നമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചേട്ടാ, ഈ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ? ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഫുട്പാത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങണം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഭാവതി അമ്മേന്റെ വീഡിയോ ഒക്കെ കണ്ടു. നോക്കുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താണ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർക്ക് ഇറങ്ങി വഴിയിലേക്ക് പോകേണ്ടി വരും. അത് ഡേഞ്ചർ. വണ്ടി വന്നാൽ ഉറുവിട്ടായോണ്ടേ അത് നോക്കി തന്നെ പോകേണ്ടി വരും. അത് പാടില്ല, ഇവിടെ വെക്കാൻ പാടില്ലാത്തതാണ് കണ്ടിട്ട്. അതാണ്, ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ നമുക്ക് കാണാം. ഇവിടെയാണ് ഈ ബസ്സുകളൊക്കെ നിർത്തിയിടാറ്. അതോടൊപ്പം ഈ ഭാഗത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും ഒക്കെ ഉണ്ട്, ഓഫീസുകളും മറ്റുമുണ്ട്. ഇവിടെ നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ ഫുട്പാത്തിനെയാണ് ആശ്രയിക്കാറ്. ആ സമയത്ത് രണ്ട് വശത്തു നിന്നും ആളുകൾ വന്ന് ഇവിടെ രണ്ട് ബസ് കൂടി നിർത്തിയിട്ട് അതിൽ നിന്നും ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകൾക്ക് റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട സാഹചര്യമാണ്. അതൊരു പക്ഷേ വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം. വലിയ വാഹനങ്ങൾ ചീറിപ്പാ എവിടെയാണെങ്കിലും പൊതു ഇടത്തിൽ ഒരു നിർമ്മിതി നടക്കണമെങ്കിൽ സ്വാഭാവികമായി അതിൽ തദ്ദേശ വകുപ്പിന്റെ അടക്കം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നടക്കം ഉള്ള അനുമതി വേണ്ടതുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായി പരിശോധിച്ചിട്ടുണ്ടാകണം. എങ്ങനെയാണ് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്തായാലും ഹൈബി ഈഡൻ MP ഫണ്ടിൽ നിന്നാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് MP അടക്കം പരിശോധിക്കട്ടെ, അല്ലേ?